എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണുന്ന പെന്തക്കോസ്ത് സഭകളിൽ ബഹുഭൂരിപക്ഷം സഭകളും ജനിതകമാറ്റം സംഭവിച്ച പെന്തക്കോസ്ത് സഭകളാണോ എന്ന് സംശയിക്കത്തക്ക സംഭവ പരമ്പരകളാണ് വിവിധ ഇടങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് പെന്തക്കോസ്ത് സഭകൾ എന്ന് പറയുമ്പോൾ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് വെള്ള വസ്ത്രം ധരിച്ച് മീശ വടിച്ച് കയ്യിൽ ബൈബിളുമായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിഷ്കളങ്കരായ ഒരു പറ്റം മനുഷ്യരെയാണ്. എന്നാൽ ഇന്നോ ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും ഉള്ളിലൊതുക്കി താങ്കളുടെ പിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച എല്ലാം തിരികെ പിടിക്കാനും ആർത്തിയോടും മാനത്തോടും കൂടി അതെടുത്തണിയാനും ആഗ്രഹിക്കുന്ന കുറേ പേരെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ജനിതകമാറ്റം സംഭവിച്ച പെന്തക്കോസ്ത് തലമുറ എന്ന് പറയുന്നത്. 1990 ശേഷം പെന്തക്കോസ്ത് സഭകളിൽ അനാത്മിക പ്രവൃത്തികൾ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സ്വാധീനമുള്ള സഭകളിൽ പ്രത്യേകിച്ചും. മുൻപ് സഭായോഗങ്ങളിലെങ്കിലും ഇത്തരം അനാത്മീയ പ്രവണതകൾ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപ് സിനിമ കണ്ടാൽ മുഖം ചുളിച്ചിരുന്ന വിശ്വാസികൾ പലരും ഒളിഞ്ഞും തെളിഞ്ഞും സിനിമകൾ കാണുന്നു എന്ന് സമ്മതിച്ചു തുടങ്ങി. സഭാ നേതാക്കന്മാരിൽ എത്ര പേരിൽ യഥാർത്ഥ വിശ്വാസം കണ്ടെത്താൻ കഴിയും? പലരുടെയും പ്രസംഗത്തിൽ മാത്രമാണ് വിശ്വാസം. യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ അവർ മറ്റുള്ളവരെക്കാൾ മോശമാണ്. എത്ര കള്ളങ്ങൾ പറഞ്ഞാലും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാമെന്ന് മനസ്സിലാക്കിയവരാണ് നേതൃത്വത്തിൽ ഉള്ള ഭൂരിഭാഗവും. അപസർപ്പക കഥകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരാൾ ഓരോ ദിവസവും പറഞ്ഞുകൂട്ടുന്ന പാപത്തിന് കയ്യും കണക്കുമില്ല. ഡൽഹിക്കാരൻ ഒരു അങ്കിളുണ്ട്. ഇന്ന് പറയുന്നതല്ല നാളെ. ഓരോ ദിവസവും അദ്ദേഹം അപ്ഡേറ്റഡാണ്. പണ്ട് TV കാണരുത് എന്ന് പറഞ്ഞു, എഴുതി, പഠിപ്പിച്ചു. പിന്നെ അദ്ദേഹം തന്നെ അത് കാണണമെന്ന് പറഞ്ഞു. സ്വന്തം പരിപാടിയുണ്ടെന്ന്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കരുതെന്ന് പിന്നീട് പറഞ്ഞു. അതും മാറ്റി പറഞ്ഞു. സിനിമ കാണരുതെന്നായി പിന്നീട്. അദ്ദേഹം തന്നെ സിനിമ കാണുന്നു എന്ന രഹസ്യം പിന്നീട് വെളിപ്പെടുത്തി. അങ്ങനെ കാലത്തിനനുസരിച്ച് കോലം മാറുന്ന അഹന്തയും ഈഗോയും കൂട്ടിനുള്ള കുറേ നേതാക്കന്മാർ. ഇതിനിടെ വിവേചന ബുദ്ധിയില്ലാത്ത കുറേ വിശ്വാസികളും. ഇനി ഇപ്പോഴത്തെ കൺവെൻഷൻ പ്രസംഗങ്ങളുടെ കാര്യമാണ് ഏറെ കഷ്ടം. സാക്ഷ്യം ഉള്ളവനേതാ ഇല്ലാത്തവനേതാ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. ക്രിമിനൽ കേസുകളിൽ പ്രതിയാകേണ്ടുന്നവൻ മുതൽ ഇല്ലാക്കഥ പ്രചരിപ്പിക്കുന്നവൻ, വ്യാജ പ്രവചനം നടത്തുന്നവർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രാക്ഷസന്മാരുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞമരുവാനാണ് യഥാർത്ഥ പെന്തിക്കോസ്തുകാരൻ്റെ വിധി. നിങ്ങൾ എന്തിനാണ് സഭയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ പോലും അതിന് മറുപടി പറയാൻ അറിയാത്ത തലമുറ. കർത്തൃമേശയോ ആരാധനയോ എന്ത് നടന്നാലും അതിനിടയ്ക്ക് അടിയുണ്ടാക്കാനും ബഹളമുണ്ടാക്കാനും ഇന്ന് ഈ ജനിതകമാറ്റം സംഭവിച്ച തലമുറയ്ക്ക് ഒരു മടിയുമില്ല. പെന്തക്കോസ്ത് സഭകൾ ഒരു വലിയ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ആ വലിയ മാറ്റം എന്ന് ചോദിച്ചാൽ ശുദ്ധഹൃദയരായിരുന്നവർ പോലും കഠിനഹൃദയരായിത്തീരുന്ന ഒരു വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. പരസ്പര സ്നേഹം, കരുണ, ആർദ്രത, ദൈവഭയമെല്ലാം എന്നേ പുറത്താക്കപ്പെട്ടു കഴിഞ്ഞു. 1990-കൾക്ക് ശേഷമാണ് കൂടുതലായും പെന്തക്കോസ്ത് സഭകളിൽ മൂല്യച്യുതി തുടങ്ങിയത്. അതിനുശേഷം യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം സഭകളിൽ കുറഞ്ഞു. പാരമ്പര്യമായി സഭയിൽ കടന്നുകൂടിയവരുടെ എണ്ണം കൂടി വന്നു. അവർക്ക് ദൈവിക സ്നേഹം എന്തെന്നറിയില്ല, ക്രിസ്തീയ വിശ്വാസം എന്തെന്നറിയില്ല. ഇത്തരക്കാർ സഭാകളിൽ കാണിച്ചു കൂട്ടുന്ന അഭ്യാസങ്ങളും വികൃതിത്തരങ്ങളും കണ്ട് പഴയ തലമുറ പലപ്പോഴും സ്തബ്ധരായി പോകുന്നു. വെറും 125 വർഷങ്ങൾ കൊണ്ടാണ് പെന്തക്കോസ്ത് സഭകൾക്ക് ഈ ഗതി വന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സഭകളെല്ലാം പഴയ പെന്തക്കോസ്താണെന്ന് ആരും കരുതരുത്. ഇത് ജനിതകമാറ്റം സംഭവിച്ച പെന്തക്കോസ്ത് സഭയാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.